ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഒക്കെ യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് പറഞ്ഞില്ല, ഓക്കെ, എനിക്ക് നിന്നെ ശിഷ്യനായിട്ട് എടുത്താൽ കൊള്ളാവുന്നുണ്ട്, എന്തൊക്കെയാണ് നിന്റെ ഡിമാൻഡ്സ്, നമുക്കൊരു ഡയലോഗ് നടത്തുക. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരാളെ ഉദ്യോഗത്തിന് എടുക്കുകയാണെങ്കിൽ ചുമ്മാ എന്ന് പറയുകയാണോ, ഓർഡർ എൻ്റെ കൂടെ എന്ന് പറയുകയാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസ്കഷനുണ്ട്, ഒരു ഡയലോഗുണ്ട്. ഞാൻ എന്തൊക്കെ നിനക്ക് തരാൻ കഴിയും, നിന്നിൽ നിന്ന് ഞാൻ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡയലോഗും കഴിഞ്ഞിട്ടാണ് ഒടുവിൽ ഒരാളെ ജോലിക്കെടുക്കുന്നത്. പക്ഷെ യേശു ജോലിക്കെടുത്തപ്പോഴോ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, എന്തോ തരാമെന്ന് പറഞ്ഞില്ല, നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. ഒറ്റ ഒരു കാര്യം മാത്രം, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവരെന്ത് ചെയ്തു? വിളിച്ചപ്പോൾ ഇവരാരും ഞാൻ നിന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ തരുമെന്നും ചോദിച്ചില്ല. അവരെല്ലാവരും ഉടനെ അറ്റ് വൺസ് ദേ ലെഫ്റ്റ് എവ്രിതിങ് ആൻഡ് ഫോളോഡ് ഹിം. അറ്റ് വൺസ് എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ചർച്ചയും ഇല്ലാതെയാണ് യേശുവിന്റെ ശിഷ്യന്മാര് അവന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടത്. അതേ പറ്റൂ. യേശുവുമായിട്ട് ഒരു ഡയലോഗ് നടത്തി യേശുവിന്റെ പിന്നാലെ പോകാൻ ആർക്കും കഴിയത്തില്ല. യേശുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്ലെയിൻ ആയിട്ട് അനുസരിക്കണം. പക്ഷെ ഇന്നത്തെ കാര്യം അതല്ല. ഇന്ന് നമ്മൾ 1000 വട്ടം ആലോചിച്ചിട്ട് ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് 16 പേരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പരിശ്രമിക്കുന്നത്? യേശുവിനെ അനുഗമിക്കാൻ പരിശ്രമിക്കുന്നത്. പക്ഷെ അതല്ല യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്ത ഒരു ജീവിതമാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതൊന്നും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ അറ്റ് വൺസ് ദേ ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് ഫോളോഡ് ഹിം. യേശു ഒരു കമാൻഡ്മെന്റ് നമുക്ക് തന്നാൽ, ഒരു കൽപ്പന തന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ അതിനെ അനുസരിച്ച് മുന്നേറുക, അല്ലെങ്കിൽ യേശുവിനെ തന്നെ ഇട്ടേച്ചു പോവുക. അതായത് അനുസരിക്കാത്ത ചില ദാസന്മാരും ജോലിക്കാരും ഒക്കെ നമുക്കുണ്ടായിരിക്കും. നമ്മൾ പറയുന്നത്, അവൻ ചില കാര്യങ്ങളൊക്കെ അവൻ അനുസരിക്കത്തില്ലായിരിക്കും, സാരമില്ല, എന്നാലും ഇന്ന കാര്യങ്ങൾ നമ്മൾ അവനെ കൊണ്ട് ചെയ്യിക്കാൻ മിടുക്കന ആള്, കുഴപ്പമില്ല, അതുകൊണ്ട് ചില കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിലും ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവനെ നമുക്ക് വേലക്കാരനായിട്ട് വെക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജോലിക്കാരനായിട്ട് വെക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ യേശുവിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. യേശു ചോദിക്കുന്നത് ഒന്നുകിൽ എന്നെ പൂർണ്ണമായിട്ട് അനുസരിക്കുക, അല്ലെങ്കിൽ എന്നെ ഇട്ടേച്ചു പോവുക. അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കർത്താവ് ഒരിക്കലും നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മളുടെ വേദഭാഗത്ത് ഫിലിപ്പിയ ലേഖനം 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളതല്ല. ആ ഭാവം തന്നെ എന്ന വാക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഭാവം തന്നെ അവിടെ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ഹാവ് ദിസ് മൈൻഡ് എമംഗ് യുവർസെൽഫ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലുള്ള അതേ മനസ്സ് തന്നെ. ഭാവം എന്നുള്ളതിനേക്കാൾ കുറെ കൂടെ ആഴത്തിൽ പറഞ്ഞത് അതേ മനസ്സ് തന്നെ, അതുപോലെയുള്ള മനസ്സെന്നല്ല എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് യേശുവിനെ പോലെയൊക്കെയുള്ള മനസ്സ് അല്ല, യേശുവിന്റെ അതേ മനസ്സ് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കുമാറാകട്ടെ. റിഡക്ഷൻ സെയിലില്ല. റിഡക്ഷൻ സെയിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും, പക്ഷെ ഇന്ന് നമുക്കെല്ലാം ആവശ്യപ്പെടുന്നത് നമ്മൾ റിഡക്ഷൻ സെയിലാണ്. ഈ റിഡക്ഷൻ സെയിലിലെ സാധനത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ, അതിന് ഗ്യാരണ്ടി ഇല്ല. നമുക്കെല്ലാം അറിയാം, ഇവിടെ കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. റിഡക്ഷൻ സെയിലിൽ ഒരു ചുരിദാർ വാങ്ങിച്ചാൽ ആദ്യം പ്രിന്റായിട്ടും പിന്നെ പ്ലെയിൻ ആയിട്ടും ഉപയോഗിക്കാം. എന്നാൽ ഫുൾ പ്രൈസ് കൊടുത്തൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എന്താ, അതിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതിൻ്റെ മാക്സിമമാണ്. ഒരുപക്ഷെ അത് ക്രൂരമാണോ എന്ന് ചോദിച്ചേക്കാം, അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ഇടപെടൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഇത് കഠിനവാക്ക്. ഇറ്റ്സ് എ ഹാർഡ് സെയിങ്. ദാറ്റ് ഈസ് എ ഹാർഡ് സെയിങ്, ബട്ട് വി ഹാവ് നോ ഓപ്ഷൻ. വേറെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് യാതൊരു ഓപ്ഷനും ഇല്ല. ക്രിസ്തീയ ജീവിതം ഓപ്ഷൻസ് ഇല്ലാത്തതാണ്. വേണമെങ്കിൽ എനിക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമല്ല. ഞങ്ങളുടെ ഒരു മിഷണറി ഒരിക്കൽ ദമോയിൽ നമ്മളുടെ ജീപ്പ് ബാക്കിലോട്ട് എടുത്ത കൂട്ടത്തിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിൽ മുട്ടി. ഒന്നും പറ്റിയില്ല, ബൈക്ക് താഴെ വീണു. അവൻ്റെ വീലയിലാണ് മുട്ടിയത്. ബൈക്ക് താഴെ വീണ കൂട്ടത്തിൽ അതിൻ്റെ മിററിൻ്റെ സൈഡിലത്തെ എന്തോ ഒരു പെയിന്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറ്റിയില്ല. അവൻ ബൈക്ക് നേരെ വെച്ച് കഴിഞ്ഞിട്ട് ആരുടെ ബൈക്കാണെന്ന് അറിയത്തില്ല. പിന്നെ അടുത്തുള്ള അയൽവക്കങ്ങളിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ചോദിച്ചത് ആരാണ് ഇവിടെ വിരുന്നുകാരൻ വന്നിരിക്കുന്നത്, ഈ ബൈക്കിന്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ളത്. ഇവൻ ഇങ്ങനെ എല്ലായിടത്തും തിരക്കി നടന്ന് ഒടുവിൽ ഈ ബൈക്കുകാരനെ കണ്ടുപിടിച്ചു. സാധാരണ രീതിയിൽ ആരും ചെയ്യുന്ന കാര്യമല്ല. ഈ ബൈക്കുകാരനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ബൈക്ക് താഴെ വീണു, എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞിട്ട് അവൻ നോക്കിയപ്പോഴത്തേക്ക് മിററിന്റെ പെയിന്റ് പോയിട്ടുണ്ട്. ചെറിയ പെയിന്റ്, അത് കാണാൻ പോലും ഇല്ല. പെയിന്റ് പോയതല്ല, ഈ പോടലാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു,
ഇത് പുതിയത് വാങ്ങിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഇത് അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇത് പുതിയത് വാങ്ങിച്ചു വെച്ചാലേ പറ്റുള്ളൂ. അതിനുള്ള പൈസ തന്നാലേ പറ്റുള്ളൂ. ഉടനെ ഞങ്ങളുടെ മിഷണറി അവനോട് ചോദിച്ചു, എടോ, ഞാൻ ഈ വണ്ടിയും വിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് തരാം, ഇയാൾ അറിയുമായിരുന്നോ എന്താ ഞാൻ ഈ വണ്ടി തട്ടിയിടുന്ന പറ്റും? ഞാൻ പറഞ്ഞുകൊണ്ട് താൻ സൂക്ഷിച്ചു നോക്കിയിട്ടാണല്ലോ ഇത് കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയത്. ഞാൻ ഈ നാടായ നാട് മുഴുവൻ നടന്ന് ഇയാളെ കണ്ടുപിടിച്ച് ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ താൻ ഇടപെടുന്നത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു താൻ എന്തുകൊടുത്തേന്? എന്നാൽ ഞങ്ങളുടെ ഒരു സീനിയർ മിഷണറി അവനെ വിളിച്ചു, മോനെ നീ ഇങ്ങ് വന്നേ. നീ എന്താ പറഞ്ഞത്? പറയാതെ പോയായിരുന്നെങ്കിലെന്നോ? നിനക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? പറയാതെ പോവുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിനക്ക് ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒരു ഡിസൈപ്പിൾ അല്ല. അദ്ദേഹം വളരെ കൃത്യയോട് പറഞ്ഞു, യു ആർ നോട്ട് എ ഡിസൈപ്പിൾ. കാരണം ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്തില്ല? ഒരു ഓപ്ഷൻ വേറെ ഇല്ല. നമ്മളൊരു പക്ഷേ അദ്ദേഹത്തെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തേക്കും. എന്താ, ഏതാണെങ്കിലും അവൻ അവിടെ എല്ലാം നടന്ന് ഇയാളെ കണ്ടുപിടിച്ച് അത് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ സീനിയർ മിഷണറി പറഞ്ഞത് അങ്ങനെയല്ല. എന്ത്? നീ ഒരു ഡിസൈപ്പിൾ ആണെങ്കിൽ നിനക്ക് പറയാതെ പോവുക എന്നുള്ളത് നിന്റെ മനസ്സിൽ പോലും വരത്തില്ല. അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. ഓപ്ഷൻസ് ഇല്ലാത്ത ഒന്നാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ജീവിത രീതി എന്ന നിലയിലാണ് പലപ്പോഴും ആത്മീയ ജീവിതത്തെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊക്കെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. പക്ഷേ വേദവസപരമായി നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം ഓപ്ഷൻസ് ഇല്ലാത്തതാണ്. ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അത് പ്രായോഗികമായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളല്ല, കൽപ്പനകളാണ്. പ്രയോഗത്തിൽ കൊണ്ടുവരാനാണ്, അല്ലാതെ പഠിച്ചു വെക്കാനല്ല. ഇന്നിപ്പോൾ ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോഴും എനിക്കുള്ള ഒരു പേടി, ആളുകളുടെ ചിന്തയിൽ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് കുറേയേറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ്. ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? ഞാൻ അതേക്കുറിച്ച് ഇന്നാളിലും പഠിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ പോയിന്റുകൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം, അറിയാം. അപ്പൊ പോയിന്റുകൾ പഠിക്കാനായിട്ട് വേദപുസ്തക അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് അയ്യോ കഷ്ടം എന്നേ പറയണ്ടു. കാരണം ഇത് തലയിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാധനമല്ല. എന്താണ്? പ്രയോഗത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിലൂടെ അത് പ്രയോഗത്തിൽ വരുത്താൻ, ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കാൻ. വേദപുസ്തകത്തിന്റെ അതിനൊരു പ്രത്യേകത എന്നാണ്, ഇത് പ്രസ്താവനകൾ കുത്തി നിറച്ചൊരു പുസ്തകമല്ല. സാധാരണ മതഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 1000 കൂട്ടം പ്രസ്താവനകളാണ്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ഇന്ന കാര്യങ്ങൾ, ഒരു നൊയമ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ഇന്ന കാര്യങ്ങൾ, പലിശയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായ ഇന്ന കാര്യങ്ങൾ, 1000 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പ്രസ്താവനകൾ വേദപുസ്തകത്തിൽ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിൽ ഈ പ്രസ്താവനകളുടെ പല മടങ്ങ് എഴുതിയിരിക്കുന്നത് ജീവിത അനുഭവങ്ങളാണ്. ആരുടെ ജീവിത അനുഭവങ്ങളാണ്? ദൈവത്തിന്റെ അനുഭവങ്ങളൊന്നുമല്ല, മനുഷ്യന്റെ അനുഭവങ്ങളാണ്. അല്ലെ? മറ്റ് എപ്പിക്കുകൾ, പൗരാണിക പുരാണങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗ്രീക്ക് പുരാണങ്ങളോ അല്ലെങ്കിൽ ഹൈന്ദവ പുരാണങ്ങളോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന സ്റ്റോറീസ് എല്ലാം ദൈവത്തിന്റെ സ്റ്റോറീസാണ്. ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും അടിയുണ്ടാക്കുന്നതും അല്ലെങ്കിൽ അവർ ഉറങ്ങുന്നതും അവർ കളിക്കുന്നതും അവരുടെ ഇടപെടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ചരിത്രം പോലും അല്ലെങ്കിൽ അങ്ങനെ പോലും എഴുതിയിട്ടില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കി കഴിഞ്ഞാൽ വലിയ തമാശ തോന്നുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ ആരുടെ കാര്യങ്ങളാണ്? മനുഷ്യന്റെ കാര്യങ്ങളാണ്. അപ്പൊ ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് വേദപുസ്തകം വലിയ ദൈവവചനമാണ്, അതാണ് എന്താണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ കാര്യം പോലും അല്ല എഴുതിയിരിക്കുന്നത്. ആരുടെ കാര്യം എഴുതിയിരിക്കുന്നത്? നോർമൽ പീപ്പിൾ. പക്ഷേ ഈ ഓരോ വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന്റെ സ്പർശനം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ആ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിന്റെ ഏത് ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ, ഏത് അനുഭവങ്ങളും നമ്മളൊന്ന് തെരഞ്ഞെടുത്ത് ഒന്ന് പഠിച്ചു നോക്കിയോ, അവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ അത് ദൈവം അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ ദൈവം ശിക്ഷിക്കുന്നതായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ദൈവം അവരെ ആഘോഷകരമായ നിലയിലേക്ക് വഴി നടത്തുന്നതായിരിക്കാം. എന്താണെങ്കിലും മനുഷ്യന്റെ എല്ലാ ജീവിതാനുഭവങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതിൽ മറഞ്ഞു കിടക്കുന്നതായ, ഒരുപക്ഷെ തെളിവായി തന്നെ കിടക്കുന്നതായ ദൈവത്തിന്റെ കരസ്പർശനം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം ആത്മീയത തലയിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പരിശീലിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജീവിതാനുഭവങ്ങളെ നൽകിയിരിക്കുന്നത്. വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിഹാസ കഥാപാത്രങ്ങളൊന്നും അല്ല. വേദപുസ്തകത്തിലെ മനുഷ്യർ, ജീവിച്ചിരുന്നവരായ മനുഷ്യർ,
അവരുടെ ജീവിതാനുഭവങ്ങൾ അത് നമുക്ക് പകർത്താൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കാര്യമാണ്. വേദപുസ്തകത്തിൽ ആരുടെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പഠിക്കാനും പകർത്താനും വേണ്ടിയുള്ളതാണ്. അപ്പൊ ഹാനോക്കിന്റെ കാര്യം പറയുകയാണ്. ഹാനോക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പഠിക്കുന്ന നിലയിൽ പഠിച്ചു പോകാനുള്ളതല്ല ഹാനോക്കിന്റെ ചരിത്രം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ നമ്മളും ദൈവത്തോടുകൂടെ നടക്കണമെന്ന് അതിൻ്റെ അർത്ഥം. എനിക്ക് വളരെ രസകരമായി ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. ദൈവം ഹാനോക്കിനോടുകൂടെ നടന്നെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്നാണ് എന്നെ ഒത്തിരി സ്പർശിച്ചത്. നമ്മളുടെ മുഴുവൻ സാക്ഷ്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ സഭയിലെ മുഴുവൻ സാക്ഷ്യങ്ങളും കർത്താവ് എൻ്റെ കൂടെ നടന്നു, കർത്താവ് എന്നെ സഹായിച്ചു, കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തി, കർത്താവ് ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചു. ഇതല്ല നമ്മുടെ മുഴുവൻ സാക്ഷ്യങ്ങൾ. കർത്താവ് എൻ്റെ അടുത്തോട്ട് വന്ന കാര്യങ്ങൾ, കർത്താവ് എന്നെ സഹായിച്ച കാര്യങ്ങൾ, കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയും. ഇത് തെറ്റൊന്നുമല്ല. പക്ഷെ ഹാനോക്കിന്റെ ചരിത്രം പറയുമ്പോൾ ഹാനോക്കിനോടുകൂടെ ദൈവം നടന്നു എന്നല്ല, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് എഴുതിയിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ബോധപൂർവമായി ദൈവത്തോടുകൂടെ നടക്കാൻ പരിശ്രമിച്ച, അതിന് സാധിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. അതിനുവേണ്ടി അവൻ സ്ട്രെയിൻ ചെയ്തു. ഈസി ഒന്നുമല്ല. എങ്ങനെയുള്ളൊരു ദൈവത്തോടുകൂടെയാണ്? വിശുദ്ധനായ ഒരു ദൈവത്തോടുകൂടെ അവന് നടക്കണമെങ്കിൽ വിശുദ്ധിയിൽ അവനെ തന്നെ സൂക്ഷിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നമ്മൾ പറയുന്നത്, അപ്പൊ ഞാനിപ്പോ ഹാനോക്ക് വല്ലതാണ്, ഹാനോക്ക് നടന്നു പറഞ്ഞപ്പോൾ എനിക്കിപ്പോ നടക്കാൻ പറ്റും. നമ്മളാരാ? നമ്മൾ സാധാരണക്കാരായ ആളുകൾ. ഹാനോക്കൊക്കെ ആരാ? അയ്യോ, അവരൊക്കെ വലിയ വലിയ ആളുകൾ, സ്പിരിച്വൽ ജയൻസ് ആണ് അവരെല്ലാം. നമ്മളാരാ? പാവങ്ങൾ, ഏഴകള്, പൊടികൾ. അന്നേരമാ പറയുന്നത്. ജീവിക്കുന്ന കാര്യം പറയുമ്പോൾ പറയും, അയ്യോ ബ്രദറെ നമ്മളെ കൊണ്ടുവരാൻ പറ്റുമോ? ബാക്കിയുള്ള സമയത്തൊക്കെ വലിയ അഹങ്കാരമായിരിക്കും, പക്ഷേ ക്രിസ്തീയ ജീവിതം ജീവിക്കണം എന്ന് പറയുമ്പോൾ പറയും നമ്മളെ കൊണ്ടുവരാൻ. എന്തുകൊണ്ട് കഴിയില്ല? ഹാനോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഒരാളാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് എന്താ പ്രയാസം? വേദപുസ്തക കഥാപാത്രങ്ങൾ ഇതിഹാസ കഥാപാത്രങ്ങളൊന്നുമല്ല. ഇതിഹാസ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാനുഷികമായ കാര്യങ്ങളൊന്നുമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണക്കാരന് ചെയ്യാൻ കഴിയത്തുമില്ല. ചെയ്തതല്ല, അത് സ്റ്റോറീസാണ്, അത് കഥകളാണ്. ഇപ്പൊ ഹനുമാൻ ഒരിക്കൽ ഇന്ത്യയിൽ നിന്ന് ഒറ്റച്ചാട്ടം നേരെ ശ്രീലങ്കയിലേക്ക്. ഇത് വിശ്വസിക്കുന്നവരാരെങ്കിലും, അത് പോട്ടെ, വിശ്വസിക്കാത്ത നമുക്കറിയാം സ്റ്റോറിയാണ്, അതല്ല അത് കറക്റ്റായിട്ട് നടന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും രാമേശ്വരത്ത് നിന്ന് ഏറ്റവും അടുത്ത സ്ഥലത്ത് അങ്ങോട്ട് ശ്രീലങ്കയിലോട്ട് ചാടാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തതായിട്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹനുമാൻ ചാടി, അതുകൊണ്ട് ഞാനും ചാടും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് എടുത്തിട്ടില്ല? കാര്യം ഹനുമാൻ ഒരു ഇതിഹാസ കഥാപാത്രമാണ്. അങ്ങേരുടെ ചെയ്ത കാര്യമൊന്നും ചെയ്യാൻ അങ്ങേരുടെ അനുകാരികൾക്കും അനുയായികൾക്കും ഒന്നും അത് ഉദ്ദേശിക്കുന്നില്ല. എടാ ഹനുമാൻ ചാടിയില്ലയോ, നീ എന്താ ചാടാത്തത് എന്ന് ആരും ഒരു മനുഷ്യനോടും ചോദിക്കത്തില്ല. കാര്യം അത് അങ്ങനെയുള്ളവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. പക്ഷെ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഈ പറയുന്നത് പോലെ ഇതിഹാസ കഥാപാത്രങ്ങളല്ല. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് നടന്നുകൂടാ എന്ന് ചോദിക്കാനുള്ള പൂർണ്ണമായ അവകാശം വേദപുസ്തകത്തിന്റെ എഴുത്തുകാരന് അല്ലെങ്കിൽ ദൈവത്തിനുണ്ട്. കാരണം ഹാനോക്ക് നമ്മളെപ്പോലുള്ള ഒരാളാണ്. ഹാനോക്ക് എന്നെ പോലെ തന്നെ ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങളെപ്പോലൊക്കെ തന്നെയുള്ള കുടുംബസ്ഥനായ വ്യക്തിയാണ്. ദൈവത്തോടുകൂടെ നടന്ന രണ്ടുപേരുടെ കാര്യമാണ് വേദത്തിൽ പറയുന്നത്. ഒന്ന് ഹാനോക്ക്, നിങ്ങൾക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നു. രണ്ട്, നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നുണ്ട്. നോഹയ്ക്കും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. നമുക്ക് വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ ഇതിഹാസ കഥാപാത്രങ്ങളാക്കിയാനുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാനായിട്ട് കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഇതിനെ പ്ലെയിനായിട്ട് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ചിലപ്പോൾ ഈ ഏലിയാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയും. എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ഏലിയാവ്. ഏലിയാവിൻ്റെ ധൈര്യമൊക്കെ ഭയങ്കരമാണ്. ഏലിയാവിൻ്റെ പ്രവേശനം തന്നെ എങ്ങനെയാണ്? തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയനായ ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ആഹാബിനെതിരായിട്ട് ഒരു സന്ദേശം പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വളരെ ധൈര്യത്തോടുകൂടെ ഇറങ്ങി വന്നവനായ ഒരു വ്യക്തിയാണ് ഏലിയാവ്. അപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പൊ എന്നോട് ഇപ്പൊ ദൈവം പറയാണെന്ന് വെച്ചോ, നീ രാഷ്ട്രപതി ഭവനിൽ ചെന്ന് പ്രതിഭാ പാട്ടീലിനോട് അല്ലല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീയും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ പോയാലേ പറ്റുള്ളെങ്കിലും 2 വട്ടം ആലോചിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, രാഷ്ട്രപതി ഭവന് ഞാൻ ചുമ്മാ കയറി ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? അങ്ങ് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഞാൻ മിക്കവാറും അരിപ്പയായിരിക്കും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും, ഏലിയാവ് അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഏലിയാവ് ആരാ, ഞാനാരാ?